തൃശൂർ ചേലക്കര ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രി ഏമൂർക്കാവ് പരിസരത്താണ് ഒറ്റയാനെ നാട്ടുകാർ കണ്ടത്. ദൃശ്യം 24-ന് ലഭിച്ചു. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ജനവാസ മേഖലയിലാണ്, ആനയെ തിരിച്ച് കാട് കയറ്റാൻ പറ്റിയോ? അനുജ, തീർത്തും ജനവാസ മേഖലയായിട്ടുള്ള ഇടത്താണ് ഈ ഒറ്റയാൻ ഇറങ്ങിയത്. ഇന്നലെ വ്യാപക നാശനഷ്ടമാണ് ഈ ഇറങ്ങിയ ഒറ്റയാൻ വരുത്തിയിരിക്കുന്നത്. ഇതൊരു തോട്ടം മേഖലയും അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ കൃഷിയും ചെയ്യുന്ന മേഖലയാണ്. ഇവിടെ ഇറങ്ങി റബ്ബറിന്റെ തോലടക്കം ഈ കൊമ്പുകൊണ്ട് കുത്തി ഈ ആന ഭക്ഷിച്ചു. അതിനുശേഷം തെങ്ങും കവുങ്ങും അടക്കം നശിപ്പിക്കുന്നുണ്ട്. ഈ ചേലക്കരയിലെ തോന്നൂർക്കര ഉൾപ്പെടുന്ന മേഖലയിലാണ് തുടർച്ചയായി കാട്ടാനകൾ ഇറങ്ങുന്നത്. അത് വലിയ കാട്ടാനക്കൂട്ടം മുതൽ ഒറ്റയാൻ വരെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ മലയോര മേഖല പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ചേലക്കര നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനം. ഈ കവുങ്ങും വാഴയും അടക്കം നിരന്തരം ഈ ആനക്കൂട്ടങ്ങൾ എത്തി നശിപ്പിക്കുന്നത് പോലെ നശിപ്പിക്കുന്നതോടെ ജീവിതം തന്നെ ദുസ്സഹമായിരിക്കുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മേഖലയിലടക്കം ഫെൻസിംഗ് സ്ഥാപിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഈ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളെയൊക്കെ സംബന്ധിച്ച് അവർ പുലർച്ചെ ഈ ടാപ്പിങ്ങിന് പോകുന്നതാണ്. ഈ ആന ഇറങ്ങിയതോടുകൂടി ഈ ടാപ്പിംഗ് അടക്കം നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് എന്നുള്ളതാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. അനുജ, ശരി, ചേലക്കരയിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. ഏമൂർക്കാവ് പരിസരത്ത് ഒറ്റയാനെ നാട്ടുകാർ കണ്ടു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വ്യാപകമായ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫെൻസിംഗ് വേണം എന്നൊക്കെയുള്ള ആവശ്യം നാട്ടുകാർ കുറച്ചുകൂടി ശക്തമായി ഉന്നയിക്കുകയാണ്.